ലോകം മുഴുവൻ സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഭാരതം മാത്രം ഒരു വിസ്മയമായി മുന്നേറുകയാണ്. ലോകത്തെ വൻ ശക്തികൾ ഇന്ത്യയുമായി വ്യാപാര കരാറുകൾക്കായി കൈകോർക്കുന്നത് വെറും ഒരു കച്ചവടമല്ല, മറിച്ച് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ആഗോളതലത്തിൽ ഉണ്ടാക്കിയെടുത്ത വിശ്വാസ്യതയുടെ ഫലമാണ്. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ഒമാൻ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്ത്യ എങ്ങനെയാണ് കച്ചവടത്തിന്റെ പുതിയ വാതിലുകൾ തുറന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വിളിച്ച് ഇന്ത്യക്ക് വലിയ ഇളവുകൾ പ്രഖ്യാപിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെടുന്നു. ഇതെങ്ങനെ സാധിച്ചു? ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള പ്രബല ശക്തികളെ ഇന്ത്യ എങ്ങനെയാണ് കയ്യിലെടുത്തതെന്നും ഈ കരാറുകൾ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ എന്തൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം. ആദ്യമായി നമ്മൾ നോക്കേണ്ടത് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ അമേരിക്കയുമായുള്ള ബന്ധമാണ്. ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന് പിന്നാലെ വന്ന പ്രഖ്യാപനം ലോകത്തെ ഞെട്ടിച്ചു. ചർച്ചകൾ ഒരു വർഷത്തോളം നീണ്ടുനിന്നെങ്കിലും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മോദി സർക്കാർ വിട്ടുവീഴ്ച ചെയ്തില്ല. അതിന്റെ ഫലമായി 50% നികുതി ഉണ്ടായിരുന്ന ഇടത്ത് അത് 18% കുറയ്ക്കാൻ അമേരിക്ക തയ്യാറായി. ഇവിടെയാണ് മോദിയുടെ നയതന്ത്രം പ്രകടമാകുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയ പിഴകൾ പോലും ട്രംപ് ഭരണകൂടം റദ്ദാക്കി. അമേരിക്കയുടെ വിപണിയിൽ 20% വിഹിതം ഇന്ത്യക്കുള്ളപ്പോൾ ഈ നികുതി കുറവ് നമ്മുടെ കയറ്റുമതി മേഖലയ്ക്ക് നൽകുന്ന കരുത്ത് വലുതാണ്. ഇന്ത്യയുടെ ചരക്കുകൾ ഇനി അമേരിക്കൻ മണ്ണിൽ കുറഞ്ഞ വിലയ്ക്കെത്തും. അത് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കും. അടുത്തതായി യൂറോപ്യൻ യൂണിയൻ. 27 രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ എന്നത് പതിറ്റാണ്ടുകളായുള്ള ഇന്ത്യയുടെ സ്വപ്നമായിരുന്നു. പല സർക്കാരുകൾ ശ്രമിച്ചും നടക്കാതെ പോയ ആ കരാറാണ് കഴിഞ്ഞ ആഴ്ച മോദി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. 200 കോടി ജനങ്ങൾ ഉൾപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര മേഖലയാണ് ഇതുവഴി തുറക്കപ്പെടുന്നത്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയ്ൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഇത് രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ പങ്കാളിത്തമാണ്. ലോകം സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇന്ത്യ യൂറോപ്പിന്റെ വിശ്വസ്ത പങ്കാളിയായി മാറുന്നത് മോദിയുടെ ദീർഘവീക്ഷണത്തിന് തെളിവാണ്. ഇനി ബ്രിട്ടീഷുകാരുടെ വിപണിയിൽ ഇന്ത്യൻ ആധിപത്യം നോക്കാം. ഒരു കാലത്ത് ഇന്ത്യയെ ഭരിച്ച ബ്രിട്ടനുമായി നമ്മൾ ഒപ്പിട്ട കരാർ മറ്റൊരു മാസ്റ്റർ സ്ട്രോക്ക് ആണ്. ഇന്ത്യൻ കയറ്റുമതിയുടെ 99%നും തീരുവരഹിത പ്രവേശനം നൽകാൻ UK സമ്മതിച്ചു. നമ്മുടെ തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ എന്നിവ ലണ്ടനിലെ വിപണികളിൽ ഇനി തരംഗമാകും. തിരിച്ച് വിസ്കി, കാറുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഇളവ് നൽകിയില്ലെങ്കിലും അത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കച്ചവടത്തിൽ ഇന്ത്യയുടെ ലാഭം കൃത്യമായി ഉറപ്പിക്കാൻ മോദി സർക്കാരിന് ഇവിടെയും കഴിഞ്ഞു. കരുത്തരായ ഓസ്ട്രേലിയയുമായി ഇന്ത്യ ഒപ്പിട്ട കരാർ ഒരു ദശാബ്ദത്തിലേറെയായി മുടങ്ങിക്കിടന്നതാണ്. മോദി അധികാരത്തിൽ വന്ന ശേഷം ആ ചർച്ചകൾ വേഗത്തിലാക്കി. ഇന്ന് ഓസ്ട്രേലിയയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ 96% നികുതി രഹിതമാണ്. 2026 ആകുമ്പോഴേക്കും ഇത് 100% കൽക്കരി മുതൽ കൃഷി ഉൽപ്പന്നങ്ങൾ വരെ നീളുന്ന ഈ കരാർ ചൈനയ്ക്കുള്ള ഇന്ത്യയുടെ ശക്തമായ മറുപടി കൂടിയാണ്. ഓസ്ട്രേലിയയെ പോലൊരു വികസിത രാജ്യം ഇന്ത്യയെ വിശ്വസിക്കുന്നു എന്നതിനർത്ഥം ഇന്ത്യയുടെ വിശ്വസ്ത ആഗോളതലത്തിൽ വർദ്ധിച്ചു എന്നതാണ്. ഗൾഫ് മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒമാനുമായി കഴിഞ്ഞ മാസം ഒപ്പിട്ട കരാർ വരും വർഷങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കും. ഒമാന്റെ വിപണിയിൽ 98%-ലധികം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യക്ക് നികുതിയില്ലാതെ പ്രവേശിക്കാം. അതുപോലെ ആഫ്രിക്കൻ വിപണിയിലേക്കുള്ള കവാടമായ മൗറീഷ്യസുമായി ആദ്യമായി വ്യാപാര കരാർ ഒപ്പിട്ടതും ഇന്ത്യയാണ്. ആഫ്രിക്കയിലെ വിഭവങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കാൻ ഈ നീക്കം സഹായിക്കും. എന്തുകൊണ്ട് ഇന്ത്യ ജയിക്കുന്നു? ഈ കരാറുകളെല്ലാം വെറുതെ ഉണ്ടായതല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെറ്റ്വർക്കിംഗ് ഇതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ലോക നേതാക്കളുമായി അദ്ദേഹം പുലർത്തുന്ന വ്യക്തിപരമായ ബന്ധം ഇന്ത്യയുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വഴിമരുന്നിടുകയാണ്. ഒരു വശത്ത് റഷ്യയുമായി ബന്ധം പുലർത്തുമ്പോൾ തന്നെ മറുവശത്ത് അമേരിക്കയെയും യൂറോപ്പിനെയും പിണക്കാതെ കൂടെ നിർത്താൻ മോദിക്ക് കഴിയുന്നു. ഇന്ത്യ ഫസ്റ്റ് എന്ന നയം ലോകം ഇന്ന് ബഹുമാനത്തോടെ നോക്കിക്കാണുകയാണ്. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുമായി ഇപ്പോൾ കരാറിൽ ഏർപ്പെടുന്നത്? അതിന്റെ പ്രധാന കാരണം ചൈനയോടുള്ള ലോകത്തിന്റെ വിശ്വാസം കുറഞ്ഞതാണ്. ലോകത്തെ വൻകിട കമ്പനികൾക്ക് ചൈനയ്ക്ക് പകരം മറ്റാര് എന്ന ചോദ്യത്തിന് ഒറ്റൊരു ഉത്തരമേ ഉള്ളൂ. അത് ഭാരതമാണ്. ആപ്പിളും ടെസ്ലയും പോലുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നത് വെറുതെയല്ല. മോദി സർക്കാർ ഉണ്ടാക്കിയെടുത്ത ഈ വ്യാപാര സൗഹൃദ അന്തരീക്ഷം കാരണമാണ്. ഇതൊക്കെ വലിയ രാജ്യങ്ങളുടെ കാര്യമാണെന്ന് കരുതേണ്ട. ഈ കരാറുകൾ വഴി നമ്മുടെ നാട്ടിലെ കർഷകർക്ക് അവരുടെ പച്ചക്കറികളും പഴങ്ങളും വിദേശത്ത് നല്ല വിലയ്ക്ക് വിൽക്കാം. നമ്മുടെ നാട്ടിലെ IT പ്രൊഫഷണലുകൾക്കും നഴ്സുമാർക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി നേടുന്നതും എളുപ്പമാകും. ചുരുക്കത്തിൽ മോദി ഒപ്പിടുന്ന ഓരോ കരാറും സാധാരണക്കാരന്റെ പോക്കറ്റിലേക്കുള്ള വരുമാനമാണ്.
സാധാരണക്കാരന് ഈ വ്യാപാര കരാറുകൾ കൊണ്ട് എന്ത് ഗുണം? പലപ്പോഴും വ്യാപാര കരാർ അല്ലെങ്കിൽ FTA എന്നൊക്കെ കേൾക്കുമ്പോൾ അത് വലിയ ബിസിനസ്സുകാരെ മാത്രം ബാധിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഒരു സാധാരണക്കാരന്റെ പോക്കറ്റിനെയും ജീവിത നിലവാരത്തെയും ഇത് നേരിട്ട് ബാധിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ്. അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ ഉള്ള കയറ്റുമതി നികുതി കുറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ ഡിമാൻഡ് കൂടുകയാണ്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെയും ഗുജറാത്തിലെയും ടെക്സ്റ്റൈൽ ഫാക്ടറികളിലോ കേരളത്തിലെ സമുദ്രോൽപ്പന്ന മേഖലയിലോ കൂടുതൽ ഓർഡറുകൾ എന്നാൽ കൂടുതൽ ഉൽപാദനം. അതിനർത്ഥം ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ എന്നാണ്. സേവന മേഖലയിലെ കരാറുകൾ വഴി ഇന്ത്യയിലെ നഴ്സുമാർ, എഞ്ചിനീയർമാർ, അക്കൗണ്ടന്റുമാർ എന്നിവർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് എളുപ്പമാകും. വിസ നടപടികളിലെ ലഘൂകരണവും യോഗ്യതകളുടെ പരസ്പര അംഗീകാരവും നമ്മുടെ പ്രൊഫഷണലുകൾക്ക് ആഗോളതലത്തിൽ വലിയ അവസരങ്ങളാണ് നൽകുന്നത്. ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറുകയാണ്. ഓരോ വ്യാപാര കരാറും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷകനും നെയ്ത്തുകാരനും വ്യാപാരിക്കും പുതിയ വിപണികൾ തുറന്നു നൽകുന്നു. 2047 ഒരു വികസിത രാജ്യമാകുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഭാരതത്തിന്റെ ദൂരം മോദി ഓരോ ദിവസവും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക രാജ്യങ്ങൾ ഭാരതത്തിന് മുന്നിൽ വാതിലുകൾ തുറന്നിരുന്നത് ഇന്ത്യയുടെ കരുത്ത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. വിശ്വഗുരുവായി ഭാരതം മാറുന്ന ഈ കാലഘട്ടം വരാനിരിക്കുന്ന തലമുറകൾക്ക് അഭിമാനിക്കാനുള്ളതാണ്. ലോകം ഇന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത് ഇന്ത്യയുടെ പതിറ്റാണ്ടാണ്. മോദിയുടെ നയതന്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ലോക നേതാക്കളുമായി പുലർത്തുന്ന വ്യക്തിപരമായ സൗഹൃദമാണ്. ട്രംപ് ആയാലും പുടിനായാലും ഗൾഫ് സുൽത്താൻമാരായാലും മോദി അവരെ കെട്ടിപ്പിടിച്ച് അഭിവാദ്യം ചെയ്യുമ്പോൾ അത് വെറുമൊരു സ്നേഹപ്രകടനമല്ല. ആ സൗഹൃദത്തിലൂടെ ഇന്ത്യയുടെ ബിസിനസ് താല്പര്യങ്ങൾ അദ്ദേഹം ഉറപ്പിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായി സംസാരിപ്പിക്കാനും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കൊണ്ടുവരാനും മോദിക്ക് കഴിയുന്നത് ഈ പേഴ്സണൽ ടച്ച് കൊണ്ടാണ്. മുൻപ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ ഒരു ഉത്തരമാണ്. ലോകത്തെ എവിടെ പ്രശ്നമുണ്ടായാലും അത് പരിഹരിക്കാൻ മോദി ഇടപെടണം എന്ന് ലോകം ആഗ്രഹിക്കുന്നു. G20 ഉച്ചകോടി ഇന്ത്യയിൽ നടന്നപ്പോൾ ലോകം കണ്ടത് ഭാരതത്തിന്റെ സംഘടനാ മികവാണ്. വികസിത രാജ്യങ്ങളെയും വികസ്വര രാജ്യങ്ങളെയും ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരാൻ മോദിക്ക് കഴിഞ്ഞു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശബ്ദം ഇന്ന് കേൾക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല. അദ്ദേഹം ഭാരതത്തെ വെറുമൊരു വിപണിയായല്ല, മറിച്ച് ലോകത്തിന്റെ വഴികാട്ടിയായ വിശ്വഗുരുവായാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന നേതാവിന്റെ കരുത്തുറ്റ വിദേശ നയത്തിലൂടെ ഭാരതം ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ എത്തിയിരിക്കുകയാണ്. വൻ ശക്തി രാജ്യങ്ങളെല്ലാം ഇന്ത്യയുമായി കൈകോർക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വളർച്ചയുടെ വേഗത കണ്ടിട്ടാണ്. ഈ വ്യാപാര കരാറുകൾ നമ്മുടെ രാജ്യത്തോ ഓരോ സാധാരണക്കാരന്റെയോ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിൽ സംശയമില്ല. ലോകത്തിനു മുന്നിൽ ഭാരതം അതിന്റെ വിശ്വരൂപം കാണിച്ചു കഴിഞ്ഞു. വരാനിരിക്കുന്നത് ഭാരതത്തിന്റെ സുവർണ കാലഘട്ടം തന്നെയാണ്. എന്തായാലും ഇന്ത്യയുടെ ഈ അഭിമാന നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.